അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കപ്പലിന് ഓട്ട ഉണ്ടാക്കിയ ഖിളിറിൻ്റെ അസാധാരണമായ പ്രവൃത്തിയും അതിനെക്കുറിച്ച് മൂസാ നബിയും ഖിളിറും തമ്മിലുണ്ടായ സംഭാഷണവുമാണ് കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞത്. പിന്നീട് കപ്പൽ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തെത്തിയതൊന്നും ഇവിടെ വിവരിക്കുന്നില്ല. കപ്പൽ സുരക്ഷിതമാക്കാനായിരുന്നു ഖിളിർ കപ്പലിന് ഓട്ടയുണ്ടാക്കിയത് എന്ന് ഒടുവിൽ ഖിളിർ തൻ്റെ പ്രവർത്തനങ്ങളുടെ പൊരുൾ വിവരിക്കുന്ന സന്ദർഭത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ അവർ കപ്പലിൽ നിന്ന് ഇറങ്ങി യാത്ര തുടർന്നപ്പോൾ പല സംഭവങ്ങളും ഉണ്ടായി. അതൊന്നും ഇവിടെ വിവരിക്കുന്നില്ല. എന്നാൽ യാത്ര തുടർന്നപ്പോഴുണ്ടായ ഒരു വലിയ സംഭവം, തീരെ അസാധാരണമായ ഒരു പ്രവൃത്തി ഖിളിറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതിനെക്കുറിച്ചും അത് മൂസാ നബിക്ക് ക്ഷമിക്കാൻ കഴിയാതെ പോയതിനെക്കുറിച്ചുമാണ് തുടർന്നുള്ള 3 ആയത്തുകളിൽ പറയുന്നത്. 74 മുതൽ 76 വരെയുള്ള ഈ ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത്. ഫന്തലഖ, അങ്ങനെ അവർ രണ്ടുപേരും യാത്ര തുടർന്നു. ഹത്ത ഇദാ ലഖിയ ഗുലാമൻ, അവർ ഒരു കുട്ടിയെ, ഒരു ബാലനെ കണ്ടുമുട്ടുന്നതുവരെ, കുട്ടിയെ കാണുന്നതുവരെ യാത്ര തുടർന്നു. പിന്നെ യാത്ര തുടർന്നില്ല എന്നല്ല, അവർ രണ്ടുപേർ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു കുട്ടിയെ കണ്ടു എന്നാണ്. അവിടെ നടന്ന സംഭവം വിവരിക്കുകയാണ്. ഫഖതലഹു, അദ്ദേഹം ആ കുട്ടിയെ കൊന്നു. ഖിളിർ ആ കുട്ടിയെ വധിച്ചു കളഞ്ഞു. അത് കണ്ടാൽ ഒരു പ്രവാചകന് കൂടിയായിട്ടുള്ള മൂസാ നബി എങ്ങനെ സഹിക്കും? കാല, അദ്ദേഹം പറഞ്ഞു, മൂസാ നബി പറഞ്ഞു, അഖതൽത നഫ്സൻ സക്കിയത്തൻ, പരിശുദ്ധമായ ഒരു ജീവനെ താങ്കൾ വധിച്ചു കളഞ്ഞല്ലോ. ബിഗൈരി നഫ്സിൻ, മറ്റൊരു ജീവൻ്റെ പേരിലല്ലാതെ. എന്താ അങ്ങനെ പറഞ്ഞാൽ? നിരപരാധിയായ ഒരു കുട്ടിയല്ലേ ഇത്? ആ കുട്ടി ആരെയും കൊന്നിട്ടില്ലല്ലോ. അങ്ങനെയുള്ള പരിശുദ്ധമായ ഒരു ജീവനെ താങ്കൾ കൊല്ലുകയുണ്ടായല്ലോ എന്നാണ്. ബിഗൈരി നഫ്സിൻ, മറ്റൊരു ജീവൻ്റെ പേരിലല്ലാതെ, മറ്റൊരു ജീവന് പകരമായി കൊണ്ടല്ലാതെ വഴിയിൽ വെച്ച് കണ്ട ഒരു ബാലനെ താങ്കൾ എന്തുകൊണ്ടാണ് വധിച്ചത്? ലഖദ് ജിഇത ശൈഅൻ നുക്ര, താങ്കൾ വല്ലാത്തൊരു തിന്മയായ പ്രവൃത്തിയാണല്ലോ കൊണ്ടുവന്നിട്ടുള്ളത്. താങ്കൾ വളരെ ക്രൂരമായ ഒരു തിന്മയാണല്ലോ പ്രവർത്തിച്ചത് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ സംഭവത്തിൽ, കപ്പലിൻ്റെ സംഭവത്തിൽ ഷൈഅൻ ഇമ്ര എന്ന് പറഞ്ഞതിന് പകരം അതിനേക്കാൾ ഗൗരവമുള്ള ശൈലിയിൽ ഷൈഅൻ നുക്ര എന്ന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ക്രൂരകൃത്യം എന്ന അർത്ഥത്തിൽ പറയുകയാണ്. ഒരു ബാലനെ ഒരു കാരണവുമില്ലാതെ കൊല്ലുന്നതാണ് മൂസാ നബി കാണുന്നത്. മൂസാ നബി ഇങ്ങനെ പറഞ്ഞപ്പോൾ കഴിഞ്ഞ സംഭവത്തിലേതുപോലെ തന്നെ മഹാനായ ഖിളിർ ശാന്തനായിക്കൊണ്ട് പറഞ്ഞു. കാല, അദ്ദേഹം പറഞ്ഞു, അലം അക്കുല്ലക്ക, ഞാൻ താങ്കളോട് പറഞ്ഞതായിരുന്നില്ലയോ, ഇന്നക ലൻ തസ്തതിയ മഅയ സബ്ര, എന്നോടൊപ്പം താങ്കൾക്ക് ക്ഷമയോടുകൂടി നിലകൊള്ളാൻ കഴിയുകയില്ല എന്ന്. ഇവിടെ തൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് സതുദ്ദേശ്യത്തോടുകൂടി കൂടെ യാത്ര ചെയ്യുന്ന മൂസാ നബിയെ ആക്ഷേപിക്കുകയോ ശകാരിക്കുകയോ ചെയ്യുന്നില്ല ഖിളിർ. സാധാരണഗതിയിൽ ഉടമ്പടി ലംഘിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കൂടെ കൂട്ടാതെ യാത്രയിൽ നിന്ന് ഒഴിവാക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല. അപ്പോൾ തെറ്റു മനസ്സിലാക്കിയ മൂസാ നബി ക്ഷമാപണം നടത്തി എന്ന് മാത്രമല്ല, മേലിൽ എൻ്റെ അക്ഷമ ഞാൻ ആവർത്തിക്കുകയാണെങ്കിൽ താങ്കൾ എന്നെ കൂടെ കൂട്ടേണ്ടതില്ല എന്നുകൂടി മൂസാ നബി പറഞ്ഞു. കാല, മൂസ പറഞ്ഞു, ഇൻ സഅൽതുക അൻ ശൈഇൻ ബഅദഹ, ഇതിനു ശേഷം ഇനി ഞാൻ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ താങ്കൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചൊന്നും താങ്കളോട് താങ്കൾ അതിൻ്റെ പൊരുൾ വിശദീകരിക്കുന്നതിന് മുമ്പ് ചോദിക്കരുത് എന്ന വ്യവസ്ഥ ഞാൻ വീണ്ടും ലംഘിച്ചിരിക്കുന്നു. ഇത് അവസാന അവസരമായി പരിഗണിച്ചുകൊണ്ട് ഇനിയും ഞാൻ താങ്കളോട് താങ്കളുടെ പ്രവൃത്തികളെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഫലാ തുസാഹിബിനി, അപ്പോൾ താങ്കൾ എന്നെ കൂടെ കൂട്ടരുത് എന്ന് പറഞ്ഞാൽ, ഇനിയും ഞാനിത് ആവർത്തിച്ചാൽ പിന്നെ എൻ്റെ ഒഴിവ് കഴിവ് താങ്കൾ സ്വീകരിക്കരുത്, എൻ്റെ ഉദർ താങ്കൾ സ്വീകരിക്കരുത്. അപ്പോൾ താങ്കൾ എന്നെ താങ്കളോടൊപ്പമുള്ള യാത്രയിൽ നിന്ന് ഒഴിവാക്കുക എന്ന് മൂസാ നബി തന്നെ ഖിളിറിനോട് അങ്ങോട്ട് പറയുകയാണ്. ഇവിടെ രണ്ടുപേരും പരസ്പര ബഹുമാനത്തോടെയാണ് സംഭാഷണം നടത്തുന്നത്. മൂസാ നബിയെ ബഹുമാനിച്ചുകൊണ്ട് അദ്ദേഹം വ്യവസ്ഥ ലംഘിച്ചിട്ടും ഖിളിർ അദ്ദേഹത്തെ യാത്രയിൽ നിന്ന് ഒഴിവാക്കുന്നില്ല. എന്നാൽ ഖിളിർ തനിക്കെതിരെ നടപടി സ്വീകരിക്കാതെ മാന്യത കാണിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ മൂസാ നബി സ്വയം തന്നെ ഇനിയും വീഴ്ചയുണ്ടായാൽ എന്നെ ഒഴിവാക്കിക്കോളൂ എന്ന് അങ്ങോട്ട് പറയുകയാണ്. ഖദ് ബലഗ്ത മിൻ ലദുന്നി ഉദ്റ, താങ്കൾക്ക് എൻ്റെ പക്കൽ നിന്ന് തന്നെ ന്യായമായ കാരണം ലഭിച്ചിരിക്കുന്നു. ഇനിയും ഞാനിത് ആവർത്തിച്ചാൽ എന്നെ പിരിച്ചുവിടാനുള്ള ന്യായം ഞാൻ തന്നെ ഇതാ പറഞ്ഞിരിക്കുന്നു. ഇനിയും ഞാൻ ആവർത്തിച്ചാൽ എന്നെ ഉടനടി താങ്കൾക്ക് പിരിച്ചുവിടാം.
അതിനുള്ള ന്യായമായ കാരണം താങ്കൾക്ക് ലഭിച്ചു കഴിഞ്ഞു. കത് ബലഗ്ത, താങ്കൾക്ക് ലഭിച്ചു കഴിഞ്ഞു. മില്ലതുന്നി, എന്നിൽ നിന്ന്, ഉദ്റൻ, ന്യായം, ഉദ്ർ. അതുകൊണ്ട് അപ്പോൾ എന്നെ പിരിച്ചുവിടുന്നത് താങ്കൾക്ക് ഒരു പ്രയാസമായി തോന്നേണ്ടതില്ല. ഞാൻ തന്നെയാണ്, ഞാൻ മാത്രമാണ് അതിന് ഉത്തരവാദി എന്ന് മൂസാ നബി പറഞ്ഞപ്പോൾ മഹാനായ ഖിദിർ അത് അംഗീകരിക്കുകയും രണ്ടുപേരും യാത്ര തുടരുകയും ചെയ്തു. തുടർന്ന് ഖിദിറിൻ്റെ അസാധാരണമായ പ്രവർത്തനങ്ങളിൽപ്പെട്ട മറ്റൊരു സംഭവം കൂടി പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നാളെ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.